പിറവത്ത് പ്രകൃതിക്ഷോഭം ബാധിച്ച പ്രദേശങ്ങൾ സന്ദർശിച്ച് എം.എൽ.എ. അനൂപ് ജേക്കബ്. യു.ഡി.എഫ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും എം.എൽ.എക്കൊപ്പമുണ്ടായിരുന്നു. അടിയന്തര സാഹചര്യം നേരിടാൻ എം.എൽ.എ. ഉന്നതതല അവലോകന യോഗം വിളിച്ചു ചേർത്തു. പിറവത്ത് പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടമുണ്ടായ വിവിധ പ്രദേശങ്ങളിൽ അനൂപ് ജേക്കബ് എം.എൽ.എ. സന്ദർശനം നടത്തി. കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റും മഴയും അത് തുടരെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ തോതിൽ നാശനഷ്ടം ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് വൈദ്യുതി പുനഃസ്ഥാപിക്കുക എന്നതിനെ സംബന്ധിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയിൽ താലൂക്ക് തലത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനമായി ഞാൻ മുന്നോട്ട് വെച്ചത് കൂടുതൽ ജീവനക്കാരെ ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ കൂടുതൽ മെറ്റീരിയൽസും അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വൈദ്യുതി നല്ല രീതിയിൽ റിസ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പം ദിവസങ്ങളോളം വൈദ്യുതി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങൾ പിറവ നിയോജകമണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിലനിൽക്കുകയാണ്. വളരെ ഗുരുതരമാണ്. ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം പേര്, ഇപ്പോൾ ആമ്പല്ലൂർ തൊട്ട് തിരുമാറാടി, കൂത്താട്ടുളം, പിറവം ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും അനവധി പേരാണ് വിളിക്കുന്നത്. 3-4 ദിവസമായി വൈദ്യുതി മുടങ്ങിക്കിടക്കണം. അപ്പോൾ കൂടുതൽ ജീവനക്കാരെ ലഭ്യമാക്കണം. ഞാനത് കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടി ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യു.ഡി.എഫ് ജില്ലാ സെക്രട്ടറി രാജു പാണാലിക്കൽ, ഡി.സി.സി സെക്രട്ടറി കെ.ആർ. പ്രദീപ് കുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കൽ, ഡോമി ചിറപ്പുറം, തോമസ് തേക്കുമൂട്ടിൽ എന്നിവരും എം.എൽ.എക്കൊപ്പമുണ്ടായിരുന്നു. സന്ദർശനത്തെ തുടർന്ന് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള ഉന്നതതല അവലോകന യോഗം വിളിച്ചു ചേർത്തു. ന്യൂസ് ബ്യൂറോ, പിറവം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.